ഹലോ എവരി വൺ, വെൽക്കം ടു എജ്യൂപോഡ് +1 ചാനൽ. പല ആളുകൾക്കുമുള്ള ഡൗട്ടാണ് സെക്കൻഡ് ട്രാൻസ്ഫർ എന്നാണെന്ന്. ഒരു ട്രാൻസ്ഫർ കഴിഞ്ഞു എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം അല്ലേ? അപ്പോൾ പല ആളുകൾക്കും ആ ട്രാൻസ്ഫറിലൂടെ തന്നെ വിചാരിച്ച സ്കൂളിലേക്കും വിചാരിച്ച കോമ്പിനേഷനിലേക്കും മാറാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഒരുപാട് കുട്ടികൾക്കുള്ള ഡൗട്ടാണ് സെക്കൻഡ് ട്രാൻസ്ഫർ എന്നാണ്, മറ്റൊരു ജില്ലയിലേക്ക് ട്രാൻസ്ഫർ സാധ്യമാകുമോ? അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ഇന്നലെ ഗവൺമെന്റ് ഇറക്കിയിട്ടുണ്ട്. അത് പ്രകാരം പറയുന്നത് രണ്ടാം സപ്ലിമെന്ററി അലോട്ട്മെന്റിന് ശേഷമുള്ള വേക്കൻസിയും, അതായത് ഇപ്പോൾ രണ്ടാം സപ്ലിമെന്ററി അലോട്ട്മെന്റ് വന്നു, അതിന് അഡ്മിഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ആവുന്നത് 29-ാം തീയതി തിങ്കളാഴ്ച. ശ്രദ്ധിക്കണേ, 29-ാം തീയതി തിങ്കളാഴ്ച എന്ത് ചെയ്യും? സെക്കൻഡ് സപ്ലിമെന്ററി അലോട്ട്മെന്റിന്റെ അഡ്മിഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ആവും. അതിനുശേഷമുള്ള വേക്കൻസിയും വിശദാംശങ്ങളും ജില്ലാന്തര സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫറിനായി 2024 ജൂലൈ 30 ഉച്ചയ്ക്ക് 2 മണിക്ക് പ്രസിദ്ധീകരിക്കുന്നതാണ്. അതായത് ജൂലൈ 30 ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണി മുതൽ എന്ത് ചെയ്യും? നിങ്ങൾക്ക് സെക്കൻഡ് ട്രാൻസ്ഫറിനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഓർത്തു വെക്കുക, അന്ന് എന്ത് ചെയ്യുന്നു, ഏതൊക്കെ സ്കൂളിൽ എത്രയൊക്കെ സീറ്റ് ഒഴിവുണ്ട്, ഏതൊക്കെ സ്കൂളിലേക്ക് ആർക്കൊക്കെ, പിന്നെ സയൻസിൽ എത്ര ഒഴിവ്, കൊമേഴ്സിൽ എത്ര ഒഴിവ്, ഹ്യൂമാനിറ്റീസിൽ എത്ര ഒഴിവ്, അങ്ങനെ ജൂലൈ 30 ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് എന്ത് ചെയ്യുന്നു? ഈ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നു. ആ ലിസ്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സെക്കൻഡ് ട്രാൻസ്ഫറിന് എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ജില്ലാന്തരം, അതായത് ഒരു ജില്ലയിൽ നിന്ന് മറ്റൊരു ജില്ലയിലേക്കുള്ള സ്കൂൾ ട്രാൻസ്ഫർ വരെ സാധ്യമാകുമെന്നാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ അനുസരിച്ച് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഇതിന്റെ കൂടുതൽ അപ്ഡേറ്റിനായിട്ട് നിങ്ങൾ ജൂലൈ 30 ചൊവ്വാഴ്ച വരെ വെയിറ്റ് ചെയ്ത് വെച്ചു. അന്ന് എന്ത് ചെയ്യുന്നു? സെക്കൻഡ് ട്രാൻസ്ഫറുമായിട്ട് ബന്ധപ്പെട്ട ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഗവൺമെന്റ് പുറത്തുവിടും. അന്ന് തന്നെ എന്ത് ചെയ്യും? ഏതൊക്കെ സ്കൂള്, ഏതൊക്കെ കോമ്പിനേഷനിൽ ഏതൊക്കെ സീറ്റുകളാണ് ഒഴിവ് നമുക്ക് മനസ്സിലാവും. അതനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂളിലേക്ക് നിങ്ങൾക്ക് ഒരു മാറ്റം കിട്ടട്ടെ എന്ന് നമ്മൾ പിന്നെ പ്രാർത്ഥിക്കുന്നു കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ വിചാരിച്ച സ്കൂളിൽ വിചാരിച്ച കോമ്പിനേഷനിൽ സീറ്റ് കിട്ടട്ടെ. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ജൂലൈ 30 ചൊവ്വാഴ്ച വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അന്ന് സെക്കൻഡ് സപ്ലിമെന്ററി അലോട്ട്മെന്റിന്റെ എല്ലാ പ്രൊസീജിയറും കഴിഞ്ഞ ശേഷം ഗവൺമെന്റ് പുതിയ ലിസ്റ്റ് വിടുന്നു. അതനുസരിച്ച് സെക്കൻഡ് ട്രാൻസ്ഫർ സാധ്യമാകും. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പരമാവധി ഫ്രണ്ട്സിലേക്ക് ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കുക. കാരണം ഒരുപാട് ആളുകൾക്ക് സെക്കൻഡ് ട്രാൻസ്ഫർ എന്താണെന്ന് അറിയാത്തവരുണ്ട്. അവർക്കൊക്കെ ഈ വീഡിയോ അയച്ചു കൊടുക്കുക. ബാക്കി അപ്ഡേറ്റ്സ് ഒക്കെ നമ്മൾ മറ്റൊരു വീഡിയോസിലൂടെ നിങ്ങളോട് പറയുന്നതായിരിക്കും. അപ്പോൾ ജൂലൈ 30 ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണി വരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. വീണ്ടും കാണാതിരിക്കും.